ഒരു വോൾവോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകൻ ഒരു അഭിപ്രായം ചോദിക്കാം. നിങ്ങളുടെ SUV മോഡൽസ് ആണല്ലോ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് വണ്ടി സജസ്റ്റ്? ആക്ച്വലി നമുക്ക് ഹൈ എൻഡ് ആയിട്ട് XC90 ആണ് വരുന്നത്. പക്ഷേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ XC60 ആണ്. XC60 അത്യാവശ്യം നല്ല കംഫർട്ടും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് XC90യോട് താരതമ്യം ചെയ്യാവുന്ന പെർഫോമൻസും പിന്നെ കംഫർട്ട് ലെവൽ, പക്ക കംഫർട്ട് ലെവൽ, പിന്നെ അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാ രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്, സെയിം ഫീച്ചേഴ്സ് നമുക്ക് 60ൽ കൊടുക്കുന്നുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിൽ എക്സ്റ്റീരിയർ, ബോഡി സ്ട്രക്ചർ മൊത്തത്തിൽ പക്ക അതുപോലെ തന്നെ. പിന്നെ XC90നെ സംബന്ധിച്ച് 7 സീറ്റർ ആണ്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വെഹിക്കിളാണ്. നമുക്ക് ട്രാഫിക്കിൽ ഭയങ്കര കൊണ്ടു നടക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അത്ര വലിയ പ്രശ്നമായിട്ടുള്ള പറയുന്നത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ പാർക്കിംഗ് കുറച്ച് പ്രശ്നങ്ങൾ ലോക്കൽ നമ്മുടെ ഈ റോഡുകളിൽ. പിന്നെ അതുപോലെ 7 സീറ്റർ ആണെങ്കിലും നമുക്ക് ഈ 3rd റോ സീറ്റ് നമുക്ക് കോമൺ ആയിട്ട് പ്രാക്ടിക്കൽ അല്ല, അത് ചെറിയ കുട്ടികൾക്കൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതും അത്ര വലിയ യൂസേജ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി 60 ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. ഒരു 60 ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്ത് കോസ്റ്റ് വരും പെർ ഇയർ? 60 നമുക്ക് ഇയർ ബേസിസിൽ ബേസിക് സർവീസിന് നമുക്ക് ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അത് ന്യൂ മോഡൽ ആകുമ്പോൾ നമുക്കൊരു 10,000 to 11,000 അടുത്ത് ബേസിക് സർവീസിന് വരുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒറിജിനൽ കാസ്ട്രോൾ സിന്തറ്റിക് എഡ്ജ് എന്ന് പറഞ്ഞ ഓയിൽ ഫിൽറ്റർ, ഇത്രയും റീപ്ലേസ്മെന്റ് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനിപ്പോൾ ഒരു സെക്കൻഡ് സർവീസ് ആകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഫ്യൂൽ ഫിൽറ്ററും കൂടി ആഡ് ഓണം. ബേസിക്കലി ഓയിലും ഫിൽറ്റേഴ്സും ഒക്കെ കവർ ആവും. ബേസിക്കലി ഓയിൽ ഫിൽറ്റർ കവറാവും. പിന്നെ ആഡ് ഓൺ ആയിട്ട് വരുന്നത് 80,000. പക്ഷേ അതിനൊരു ചേഞ്ച് വോൾവോ കഴിഞ്ഞൊരു 3 കൊല്ലം മുമ്പ് വരുത്തിയത് 80,000 മേജർ സർവീസ് എന്നുള്ളത് 60,000 ആക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ കേസുകൾ ഈ ടൈമിംഗ് ബെൽറ്റ് വരും നമുക്ക് ചെയ്യാനല്ല. ഇപ്പോൾ ബെൽറ്റ് ക്രാക്കിംഗ് ഇഷ്യൂ അങ്ങനത്തെ ഒക്കെ വന്നപ്പോൾ ഈ ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ്മെന്റ് അവർ 80 എന്നുള്ളത് 60 അപ്പോൾ എവറി 6 ഇയർ അല്ലെങ്കിൽ 60 കിലോമീറ്റർ അല്ലെങ്കിൽ 1,20,000 അങ്ങനെ പീരിയോഡിക് ആയിട്ട് പോകണം. അപ്പോൾ ഈ 60 കിലോമീറ്ററിൽ നമുക്ക് വരുന്ന ടൈം ബെൽറ്റിന് ചാർജ് മാറി വരുമ്പോൾ ഏകദേശം ഒരു 24 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. മറ്റു വണ്ടികളുടെ ടൈമിംഗ് ചെയ്യാൻ മാറുന്ന അത്ര എക്സ്പെൻസീവ് അല്ല. 25,000 ഉള്ളിൽ നമുക്ക് ടൈം ബെൽറ്റ് മാറി പരിപാടി ചെയ്യും. നമ്മൾ കൂടുതൽ അത് ഡോർ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഇവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൺ സൈറ്റ് പോയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോയിൻമെന്റ് അനുസരിച്ചിട്ട് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ നമുക്കൊരു 1.5 hour മതി ഇത് റീപ്ലേസ് ചെയ്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റും. അപ്പോൾ 60,000 കിലോമീറ്റർ നോക്കിയാൽ മതി. പിന്നെ 6 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു 80,000 ആകുമ്പോൾ നമ്മൾ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യും. അതിനും ഈ പറഞ്ഞ പോലെ ഒരു 8,000 അടുത്ത് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡിന് വരും. അതിൻ്റെ കാലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കും.